യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇരുന്നപ്പോൾ ഹംന നല്ല ചിരിച്ച് പാസ്സാക്കിയിട്ട് അതാണ് ആ ഒരു സ്റ്റൈലിൽ ഞാൻ പിടിച്ചത്. എൻ്റെ ഹാഫ് പോർഷനൊക്കെ കിട്ടണുള്ളൂ. ഹംന ഒരു അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നത്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് കാര്യമായ സുഖങ്ങളൊന്നുമില്ല, എന്നാലും ഹംനാക്ക് വയ്യ. ഹംനത് ഇവിടെ ഉണ്ട് കേട്ടോ. ഹംനാക്ക് ചെറിയ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. ഹയാസ് സ്കൂളിൽ പോയേക്കാണ്. ഹയാസിനും ഉണ്ടായിരുന്നു കേട്ടോ. ഹയാസിന് പക്ഷേ നമ്മൾ മരുന്നൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഹംനാടൊപ്പം മാറുന്നില്ല. ഏകദേശം ഒരു 3-4 ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഉള്ള മെഡിസിനൊക്കെ കൊടുത്ത് എന്നാലും അങ്ങോട്ട് മാറില്ല. ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി വെച്ചോണ്ടിരിക്കണ്ട, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണാമെന്ന് ഓർത്തിട്ട് ഇന്നിപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇക്കാക്ക് ഓഫീസിൽ പോയിക്കണം, വെള്ളിയാഴ്ച ആണല്ലോ. അപ്പോൾ ഹംനാനെ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ ഇന്ന് 12:30 വരെ ഉള്ളൂ. അപ്പോൾ ഇക്കാക്ക് എന്തായാലും അതിനുള്ളിൽ എത്തൂല. അപ്പോൾ അതുകൊണ്ട് വേറെ ഡോക്ടറിനാണ് ബുക്ക് ചെയ്തേക്കണത്. 3 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് ഇട്ടേക്കണത്. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തേക്കണം. അപ്പോഴേക്കും ഇക്കാക്ക് ഓഫീസിൽ നിന്നൊക്കെ വരും. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇക്കാക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് എൻ്റെ വായ അടച്ചു പിടിക്കുന്നു. എന്താ നീ ഞാൻ ബാക്ക് ക്യാമറ ഇട്ടത്. അപ്പൊ നീ ഇവിടെ വന്നാ എന്തായാലും ഹലോ ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ്. ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല മൂഡിലാണ് എഴുന്നേറ്റേക്കണത്. അപ്പൊ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ചെസ്റ്റിൽ ഉണ്ടോ എന്നൊക്കെ നോക്കാന്ന് ഓർത്താണ് എന്തായാലും ഡോക്ടറെ കാണാം നമ്മള്. അപ്പൊ ആളിപ്പോൾ അടങ്ങിയൊന്നും ഇരിക്കില്ല കേട്ടോ. ഭയങ്കര പുരുവരുപ്പാണ്. ഇങ്ങനെ കാണുന്നിടത്തൊക്കെ കയറി നടക്കാനുള്ള പരിപാടിയാണ്. ഇതേ പോവുകയാണ് എൻ്റെ അടുത്തുനിന്ന്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ കുറച്ച് ചെറിയ പർച്ചേസിങ് നടത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങൾ കല്യാണമൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട് എനിക്ക്. ഹംനാക്കൊക്കെ നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഹംനതേ ഞാനിങ്ങനെ കണ്ണാടിയിൽ നോക്കി പറയണ ഇട്ടിട്ട് അത് നോക്കിയിട്ടാ. അപ്പം നമുക്ക് പോണ വിശേഷങ്ങൾ കാണാം. ഹംനയുടെ ഡ്രസ്സ് എടുത്ത് വെക്കണം ആദ്യം തന്നെ. അപ്പം ഡ്രസ്സ് എടുക്കണം. ഈ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഹംനയുടെ ഡ്രസ്സ്. അപ്പം അതിന് ഹംനയുടെ ഡ്രസ്സ്, ഷൂസ്, ഈ ഒരു ബോക്സിൽ ഫുൾ ഹെയർ ബോക്സാണ് കേട്ടോ ഹംനയുടെ. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാനുണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സ്, എൻ്റെ ബാഗൊക്കെ ഇരിപ്പുണ്ട് മുകളിൽ. ബാഗ് സെറ്റ് ചെയ്യാനുണ്ട്. എൻ്റെ ഡ്രസ്സ് അലമാരി ഭയങ്കര ബോറായി കിടക്കണം. കാരണം കുറച്ച് അധികം ദിവസമായി ഞാൻ അലമാരിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന ഡ്രസ്സ് എടുത്ത് മടക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് വെക്കുന്നു അത്രേ ഉള്ളൂ. അത് ഇപ്പോൾ ഓർഡർ അനുസരിച്ചിട്ടൊന്നുമല്ല. അപ്പം ഇനി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് സെറ്റാവണം. ഹംനാക്ക് ഫുഡ് കൊടുക്കണം, എനിക്ക് ഫുഡ് കഴിക്കണം, ഇക്കാക്ക് ഫുഡ് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഒരു ലോങ് വീഡിയോയിൽ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ കാണാം. വീഡിയോ എടുത്തുകൊണ്ടിരിക്കാതെ തന്നെ ഇക്കാവ് വന്നിട്ട് ഇക്കാവ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരാമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഇക്കാവ് തന്നെ പ്ലാൻ മാറ്റിയിട്ട് നേരത്തെ വന്നു. അപ്പോൾ ഇപ്പോൾ ഹംന ഉറങ്ങുന്ന സമയമൊക്കെ ആയതുകൊണ്ട് ആരും നമ്മുടെ വീട്ടിലുള്ളവർ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബെല്ലൊന്നും അടിക്കില്ല കേട്ടോ. കൊച്ച് വേഗം ചാടി എഴുന്നേക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ടിട്ട് ആരും ബെല്ലടിക്കില്ല. അപ്പോൾ ഇക്കാവ് വന്നിട്ട് ഇങ്ങനെ കഥകിൽ നോക്ക് ചെയ്യാണ് ചെയ്തത്. പിന്നെ ഇക്കാവ് വെള്ളം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വേഗം നമ്മുടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി. ഐസ് ക്യൂബ്സ് കണ്ടിട്ടാണ്, തണുത്ത വെള്ളം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി ഇക്കാവ് കൊടുത്തു. നല്ല ചൂടൊക്കെയാണല്ലോ ഇപ്പോൾ പകൽ സമയത്ത്. അപ്പോൾ ഇതേപോലെ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടും നല്ലതാണ്. ഞങ്ങൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ കുടിക്കും കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇക്കാവ് പള്ളിയിൽ പോയി. ഹംനയുടെ ഇപ്പോഴത്തെ കറൻറ്റ് പരിപാടികളാണ്. അടുക്കളയിലുള്ള സർവ്വ കബോർഡും എങ്ങനെയെങ്കിലൊക്കെ അവൾ തുറക്കും. അതിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിടും. വാങ്ങി വെച്ചാൽ ഭയങ്കര കരച്ചിലാണ്. പിന്നെ ഞാൻ ഹംനാക്ക് ഫുഡ് കൊടുക്കാനായിട്ട് വരുന്നു. ഉച്ച സമയമാണെങ്കിലും ചോറ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏക്കില്ല. ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. പൊതുവെ കുറുക്കൊന്നും ഞാൻ കൊടുക്കാറേ ഇല്ല. പക്ഷെ ഞാൻ ഇന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ ഇതുപോലെ കുറുക്കായിട്ടാണ് കൊടുക്കുന്നത്. എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ഉള്ളിലാക്കാറുണ്ട്. അതാകുമ്പോൾ ഒരു ഫില്ലിംഗ് ആയിട്ട് കിടക്കും. നമുക്കൊരു മനസ്സമാധാനമാണ് എവിടെയെങ്കിലും പോകുമ്പോൾ. അവളാണെങ്കിൽ കൊടുക്കണേ കൂടുതലായിട്ട് ഇങ്ങോട്ട് തുപ്പലാണ്. അങ്ങനെ ഒരു കണക്കിന് കുറുക്കൊക്കെ ഞാൻ കൊടുത്ത് അവളെ സെറ്റാക്കി. എന്താ പ്രശ്നം? എന്താ കൊച്ചിനെ കളിക്കുന്ന സ്ഥലത്തോട്ട് പോകണോ ഉമ്മിയുടെ അടുത്തേക്ക് പോകണോ? നടുക്കിലിരിക്കുന്നു. പോട്ടെ ഒന്നേരം ചവിട്ടങ്ങട്. ഇപ്പോൾ പിടിച്ച് നിൽക്കാനും നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഉള്ള ഒരു കരച്ചിലാണ്. പെട്ടെന്ന് ഞാൻ പിടിച്ച് അവളൊന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ ഓക്കെ ആയിട്ട് നേരെ കളിക്കുന്ന സ്ഥലത്തോട്ട് എത്തി. അങ്ങനെ കുറുക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ ഡ്രസ്സിൽ ഫുള്ളായിട്ടുണ്ടായി. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്നും കൂടി ഫ്രഷ് ആക്കിയിട്ടൊക്കെ നിർത്തിയേക്കാണ്. ഇനി പോണ സമയമാകുമ്പോൾ ഒന്ന് ഡ്രസ്സപ്പ് ചെയ്താൽ മതിയല്ലോ. ഇപ്പോഴേ ഞാൻ ഡ്രസ്സ് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും താഴെ കിടന്ന് ആകെ ഡ്രസ്സെല്ലാം മുഷിയും. അപ്പോൾ ആ ഒരു അവസ്ഥ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സൊന്നും ഇടിച്ചിട്ടില്ല. ഇനി പോണ സമയത്ത് ഇടിക്കും കേട്ടോ. അങ്ങനെ ഇക്കാകെ പള്ളിയിൽ പോയിട്ടൊക്കെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്.
ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് വേഗം ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ചോറും അയലക്കറിയും പിന്നെ നമ്മുടെ കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഓലനും നെല്ലിക്കച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി വേഗം ഞങ്ങൾ രണ്ടുപേരും കൂടി ഫുഡൊക്കെ കഴിച്ച് ഇനി ഡ്രസ്സ് ചെയ്യണം. ഹയാസ് വരും. അപ്പോഴേക്കും ഫുഡ് കഴിച്ചുകൊണ്ട് ഞാൻ പോയിട്ട് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഹയാസ് എത്തിട്ടോ. ഹയാസ് വന്ന വഴി തന്നെ ഭയങ്കര പരാതിയും കൊണ്ടാണ് വന്നേക്കുന്നത്. ആൾക്ക് ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞാൻ സ്നാക്സ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു പിങ്ക് സ്റ്റെയിൻ ആളുടെ ഫിംഗേഴ്സിൽ എല്ലായിടത്തും ആയി, ഡ്രസ്സിലൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പരാതി പരിഭവങ്ങളൊക്കെ പറയണത്. അങ്ങനെ നേരെ അവൻ അകത്തേക്ക് കയറി. അപ്പോൾ ഉമ്മച്ചിയും വാപ്പിച്ചും എല്ലാവരും കൂടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഹയാസ് അകത്തേക്ക് കയറി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യാണ്. ഞാനും ഹംനാനും എടുത്തിട്ട് വേഗം ഇറങ്ങിയപ്പോൾ ഇന്ന് നമ്മൾ 2 വീലറിനാണ്ടോ പോണത്. അതാണ് ഈ ഹെൽമെറ്റും കൈ പിടിച്ച് വരുന്നത്. നമ്മുടെ കാറിന് കുറച്ചധികം പണികളൊക്കെ ഉണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പിലാണ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു പണികളൊക്കെ കഴിയണവർ ഇപ്പം നമ്മുടെ യാത്ര ഫുള്ള് 2 വീലറിലാണ് കേട്ടോ. ഹയാസിനെ നമ്മൾ കൂടെ കൊണ്ടുപോകണില്ല. അപ്പോൾ അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാണ്. ഡ്രസ്സ് മാറ്റണം, മേലെഴണം, ഉമ്മച്ചിയുടെ കൂടെ പറയണ പോലെയൊക്കെ അനുസരിച്ചിരിക്കണം എന്നൊക്കെ അവന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റ് ചെയ്ത് ഉമ്മൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോകുന്നു. ഹോസ്പിറ്റലിലെത്തി 3 മണി സമയമാണെങ്കിൽ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2 വീലറിന് വന്നുകൊണ്ട് കുറച്ചധികം ടയേർഡായി. ഹംന നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹംന എഴുന്നേറ്റ് ഓണായി. അപ്പോൾ ഹംന ചുറ്റുപാട് നോക്കിയാണ്. കിൻഡറിൽ കുറച്ച് റിനോവേഷൻസ് കാര്യങ്ങളൊക്കെ നടന്ന് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ പീഡിയാട്രീഷ്യൻസിൻ്റെ ഒക്കെ ആ ഒരു ഏരിയ തന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഫുഡ് കഴിക്കാൻ പോയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കുറച്ച് സമയമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഹംനാക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കണം എന്നായി. പിന്നെ ഞാൻ അവിടെ നിന്ന് മാറിയിരുന്നിട്ടാ. അപ്പോൾ ഹംനയും അബ്ബയും കൂടി അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഡോക്ടർ വന്നിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഹംനാനെ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇന്ന് 12:30 വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വേറൊരു ഡോക്ടറിനാണ് അപ്പോയിൻമെൻറ്റ് എടുത്ത് വെച്ചത്. അപ്പോൾ ഈ ഡോക്ടർ ഇവളെ നമ്മൾ അഡ്മിറ്റ് ആയത് സമയത്ത് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി, അടിപൊളിയാണ്. അപ്പോൾ ഡോക്ടർ കാണിക്കുകയാണ് ഹംന. ഇവിടുത്തെ പീഡിയാട്രീഷ്യൻസിൻ്റെ ഒക്കെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത്, ഇവർ ഭയങ്കര കുട്ടികളൊക്കെ കംഫർട്ടാക്കി ഇരുത്തിയിട്ടാണ് കേട്ടോ ഇവർ ചെക്കപ്പ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് ഓരോ ഡയലോഗ്സും ഓരോ ചൂളവിളിയും അങ്ങനെ അവരെ ഭയങ്കര എൻഗേജ്ഡ് ആക്കിയിട്ട് അവർക്ക് ഒട്ടും ഡിസ്കംഫർട്ട് ആവാത്ത രീതിയിലാണ്. അങ്ങനെ മോളെ ചെക്കപ്പ് ഒക്കെ ചെയ്തു. വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അൽഹംദുലില്ലാ. ആൻറ്റിബയോട്ടിക്സ് കാര്യങ്ങളൊന്നും ഇല്ല, നോർമലായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഉള്ളൂ. ഹെയർ ബാൻഡ് ഇവള് ഊരി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നതിനപ്പോൾ വീണ്ടും ഹെയർ ബാൻഡൊക്കെ ഇടിയിക്കുകയാണ്. പിന്നെ വന്നുകൊണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഹെയർ ബാൻഡ് പറഞ്ഞിടത്ത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ തൊപ്പി മാറ്റിയിട്ട് ഹെയർ ബാൻഡ് ആക്കി. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല, ആള് ഹെയർ ബാൻഡ് ഇപ്പോൾ തലയിൽ വെക്കില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മെഡിസിനൊക്കെ വാങ്ങിയിട്ട് നേരെ വണ്ടി കയറി പോരുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇക്കാക്ക് ഒരു ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റോഡ് സൈഡിൽ ഒരു കടയിൽ നിർത്തി. ഇക്കാക്ക് ചായയും പഴംപൊരിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ പഴംപൊരിയുടെ പഴം കുറച്ച് ഹംനയുടെ വായിൽ നുള്ളി വെച്ച് കൊടുത്തപ്പോഴേക്കും അതെൻ്റെ ചായയിലേക്ക് വീണു. വീണ്ടും ഒരു പീസ് വെച്ച് കൊടുക്കുകയാണ്. ഹംന ഈ ഉറക്കത്തിൻ്റെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ആക്റ്റീവ് ഒന്നും അല്ല കേട്ടോ, അവൾക്ക് വലിയ ആവശ്യമൊന്നുമില്ല ഫുഡിനോട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്നിട്ട് ചായയൊക്കെ കുടിച്ചു. പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കഴിക്കാതെയും കുറിക്കാതെയും ഒന്നും നമ്മൾ അവിടെ നിന്ന് പോരാറില്ല. അപ്പോൾ ഇക്കാക്ക് ഇപ്പോൾ ചായ വേണം എന്നുള്ളതിലാണ് ഞാനും കൂടെ നിന്നത്. പിന്നെ നമ്മൾ നേരെ അജ്മൽ ബിസ്മിയിലേക്കാണ് കേട്ടോ കയറിയത്. നമ്മൾ TV വാങ്ങിയ സമയത്ത് ഒരു സ്ക്രാച്ച് കൂപ്പൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അന്ന് തന്നിട്ടുണ്ടായിരുന്നില്ല. അവരൊരു 25th കഴിയണ സമയത്ത് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത് വാങ്ങിക്കാനായിട്ടൊന്നും എന്തായാലും വീട്ടിൽ നിന്ന് പോകുകയൊന്നുമില്ല. ഇന്ന് നമ്മൾ ഈ ഒരു റൂട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നപ്പോൾ നമ്മൾ എന്തായാലും കയറാമെന്ന് ഓർത്തിട്ട് കയറിയതാണ്. അപ്പോൾ സ്ക്രാച്ച് കൂപ്പൺ കിട്ടി, ഇക്കാക്ക് സ്ക്രാച്ച് ചെയ്തു. അതിൻ്റെ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റായിട്ട് സ്ക്രാച്ച് ചെയ്തപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ ട്രെൻഡ്സിൻ്റെ ഡിസ്കൗണ്ട് കൂപ്പണാണ്, എന്തോ 2000 റുപ്പീസിൻ്റെ. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ്. സ്ക്രാച്ച് കാർഡ് മറ്റേ ഇത് ഇടും, സ്ക്രാച്ച് ചെയ്തപ്പോൾ വന്നേക്കുന്നത് ട്രെൻഡ്സിൻ്റെ എന്തോ ഡിസ്കൗണ്ട് കൂപ്പണാണ്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഇവരുടെ ഒരു ധാരണയുണ്ട്, ഇവർ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് വരാൻ പറയും. വന്നു കഴിയുമ്പോൾ ഒന്നല്ലെങ്കിൽ പറയും സ്ക്രാച്ച് കൂപ്പൺ വന്നിട്ടില്ല എന്ന് പറയും. ഇനി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തരുമ്പോൾ ഇതാണ് അവസ്ഥ. ഇങ്ങനെ ആ ഗിഫ്റ്റ് തരാൻ കുറേ പ്രയാസപ്പെടും. ഇവരെ മെയിൻ പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ ഉണ്ടായിരുന്നതുകൊണ്ട് കയറി വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ വരില്ലത് വാങ്ങിക്കാനായിട്ട് നമ്മൾ വരും. വീട്ടിൽ നിന്ന് ഇവിടെ വരെ ടീച്ചറടിച്ച് എന്തെങ്കിലും സ്ക്രാച്ച് ചെയ്യാൻ വരില്ല. ഇപ്പോൾ ഇവിടെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നമ്മൾ ഈ റൂട്ട് ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് കയറി സ്ക്രാച്ച് കൂപ്പണാന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ മൈൻഡൊക്കെ മാറി. ഇപ്പോൾ വരാനും മണിക്കൂറുകളാവാൻ പോകുന്നു. കാത്തിരിപ്പിനൊടുവിൽ അവർ കൂപ്പൺ തന്നു കേട്ടോ. ഒരു പ്രിൻ്റായിട്ടാണ് കൂപ്പൺ തന്നേക്കുന്നത്. ഇത് വാലിഡ് ആണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ട്രെൻഡ്സിൽ പോയാലേ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇവർ പറഞ്ഞത് അവരുടെയിലുള്ള കൂപ്പണിനകത്ത് 15th എന്തോ ആണ് ഡേറ്റ് കിടക്കുന്നത്. അപ്പോൾ അത് കൊണ്ടിട്ട് അവർ ഇങ്ങനെ ഇത് ആയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്, ഒരു പ്രിൻ്റായിട്ടാണ് കൊടുക്കുന്നത്. ഇത് കാണിച്ചാൽ മതി എന്നൊക്കെയാണ് പറയണത്. പിന്നെ നമ്മൾ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത് അത് വാങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ ഓഫീസിലേക്കാണ് കേട്ടോ വന്നത്. ഹംന നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു പണി എടുക്കാണ്ട് അവിടെ കുത്തിയിരിക്കുകയാണ്. ഹംനാനെ മടിക്കെടുത്തിട്ട് ഈ ഒരു പൊസിഷൻ
വിഷു നീ നനങ്ങിയിട്ടുണ്ടെങ്കിൽ ഹംന എഴുന്നേക്കും. പിന്നെ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. ഈ ഓടി നടക്കണ ഒരു സംഭവം ഉള്ളതുകൊണ്ട് താഴെ ഇരിക്കണതെല്ലാം എടുത്ത് അലങ്കോലമാക്കണ പരിപാടിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ എഴുന്നേറ്റ്. അപ്പോൾ ഇക്കാക്ക അവിടെ വർക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സെറ്റിൽ ഇരുന്നിട്ട് അബ്ബാനെ നോക്കിക്കൊണ്ടിരിക്കണതാണ്. ഇവള് ശരിക്കും ഒരു അബ്ബമോള് തന്നെയായിട്ട് എനിക്ക് ഇപ്പോഴേ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് പൊതുവേ ഫാദേഴ്സിനോടായിരിക്കും അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി നമ്മളായിട്ട് ഇങ്ങനെ പറഞ്ഞ് പരത്തുന്നതാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇക്കാ ഓഫീസ് ക്ലോസ് ചെയ്യാനുള്ള പരിപാടികളാണ്. ഞാനും ഹംനയും കൂടി പുറത്തിരിക്കാൻ കേട്ടോ ഇക്കാ ക്ലോസ് ചെയ്യണേ നോക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. ഞങ്ങൾ കുറച്ചധികം വിശേഷങ്ങളാണ് ഈ ലോങ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.